ഗുഡ് മോർണിംഗ്. 2024-25 കേരളം എക്സ്പ്ലോർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന യാത്രയുടെ രണ്ടാമത്തെ യാത്രയാണിത്. ഇപ്രാവശ്യം പോകുന്നത് തൊട്ടടുത്ത ജില്ലയായ വയനാട്ടിലേക്കാണ്. തൊട്ടടുത്ത ജില്ലയായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചെക്കനെയും എടുത്തുകൊണ്ടാണ് പോകുന്നത്. തലശ്ശേരിയിൽ നിന്നും വടകര, പേരാമ്പ്ര വഴി താമരശ്ശേരി, അവിടുന്ന് മേപ്പാടി, ചെമ്പ്ര, സുൽത്താൻ ബത്തേരി, തുഷാരഗിരി വാട്ടർഫോൾ എന്നിവയാണ് പ്രധാന സ്വീകരണ കേന്ദ്രങ്ങൾ. ബാക്കി പോകുന്ന വഴിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങൾ കൂടി കാണുന്നതാണ്. നാഷണൽ ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി പിറകെ കാഴ്ചകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ രാവിലെ 6 മണിക്ക് തുടങ്ങിയ യാത്ര ഏകദേശം 3 മണിക്കൂറെടുത്ത് 9 മണിക്ക് തുഷാരഗിരി വാട്ടർഫോളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സഞ്ചരിക്കുന്ന വേഗതയിലെയോ സഞ്ചരിക്കുന്ന ദൂരത്തിലോ സഞ്ചരിക്കുന്ന സമയത്തിലോ അല്ല, വളരെ സേഫായും റെസ്പോൺസിബിളായും റൈഡ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് അപകടങ്ങളൊന്നും കൂടാതെ വീട്ടിലെത്തുന്നതിലാണ് ഓരോ യാത്രയുടെയും വിജയം. അങ്ങനെ 40 രൂപ എൻട്രി ടിക്കറ്റിൽ തുഷാരഗിരി വാട്ടർഫോളിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മുതലേ കണ്ടു തുടങ്ങും. കഴിഞ്ഞ പ്രാവശ്യം വന്നതിലും വെള്ളം വളരെ കുറവാണ് ഇവിടെ. ധാരാളം പേർ ഇവിടെ നിന്നും കുളിക്കുന്നത് നമുക്ക് കാണാം. വെള്ളം വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇവിടെ വെള്ളം.
വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നതിന് ഇപ്പോൾ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രമേ ടൂറിസ്റ്റുകൾക്ക് കുളിക്കുവാനുള്ള അനുവാദം കൊടുക്കുന്നതുള്ളൂ. മുന്നേ ഞാൻ വന്നപ്പോൾ ഈ വീഴുന്ന പാറക്കടിയിൽ പോയി നിന്ന് കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കർശനമായ നിയന്ത്രണങ്ങളിലൂടെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളച്ചാട്ടത്തിൽ നിന്നും വലതുഭാഗത്തേക്ക് ഒരു വഴി നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു ബോർഡ് കാണാം. മഴവിൽച്ചാട്ടം സെക്കൻഡ് വാട്ടർഫാൾ, തുമ്പിത്തുള്ളുംപാറ തേർഡ് വാട്ടർഫാൾ. 1 കിലോമീറ്റർ നമുക്ക് ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ 2 വാട്ടർഫാളുകൾ ഇനിയും കാണാം. മഞ്ഞു വേണം, മഴയും വേണം, വെയിലും വേണം, ലാവും വേണം, ഇരുട്ടും വേണം, പുലരിയും വേണം, പൂവും വേണം, പുഴുവും വേണം, വേണം വേണം ഞാനും പാരിന്. കുഞ്ഞുണ്ണി മാഷ്. ഇവിടെ വലിയൊരു മരം നമുക്ക് കാണാം. ഈ മരത്തിന് വലിയൊരു കൊത്ത് കാണാം. ഇതിനകത്തേക്ക് കയറാമെന്നാണ് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത്. ഇത് കൊത്താണോ അല്ലെങ്കിൽ വേര് മാറി മാറി ഇറങ്ങിയതാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഫൈനലി ഞാൻ ഇതിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ വേരിറങ്ങിയത് കാണാം. ഏറ്റവും മുകളിൽ നമുക്ക് ആകാശത്തേക്ക് ഒരാൾക്ക് നന്നായിട്ട് ഇതിൽ നിൽക്കാനുള്ള സ്ഥലമുണ്ട്. ഇതാണ് ഇവിടുത്തെ താന്നി മുത്തശ്ശി മരം. ഇവിടെ വഴി അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ വാട്ടർഫോളിൻ്റെ അവിടെ നിന്ന് മുകളിലേക്കാണ് 2ഉം 3ഉം വാട്ടർഫോളുകളുള്ളത്. അത് മഴ തുടങ്ങിയാൽ അടച്ചിടും. ഈ ബോർഡ് വെച്ചതിൻ്റെ ഈ വഴിയിലൂടെയാണ് 2ഉം 3ഉം വാട്ടർഫോളിലേക്ക് നമുക്ക് നടന്നു പോകേണ്ടത്. ജൂൺ മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ, മഴ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടം അടച്ചിടുമെന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. ഇത്രയുമാണ് തുഷാരഗിരി വാട്ടർഫോളിൽ നമുക്ക് കാണാനുള്ളത്. മഴയില്ലാതിരുന്ന സമയത്താണെങ്കിൽ നമുക്ക് 2ഉം 3ഉം വാട്ടർഫോളിൽ കൂടി പോകാമായിരുന്നു. ഇവിടെ വെള്ളം കുറവാണെങ്കിലും സെക്യൂരിറ്റി വളരെ കർശനമായിട്ടാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ ആരംഭത്തിൽ കണ്ട ചെറിയൊരു വെള്ളച്ചാട്ടമെന്ന് പറയാനില്ലെങ്കിലും ഇവിടെ നിന്നും ആളുകൾ കുളിക്കുന്നത് കാണാം. തുഷാരഗിരിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. പണി പൂർത്തിയാക്കാത്ത പാലം. തുഷാരഗിരിയിൽ നിന്നും അടിവാരത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ പാലം. ഇനി നേരെ അടിവാരത്തേക്കാണ്. പോയിട്ടെന്തെങ്കിലും കഴിക്കണം. നല്ല വിശപ്പുണ്ട്.
വീണ്ടും റബ്ബർ തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വഴിയിലൂടെയാണ് അടിവാരത്തേക്ക് പോകേണ്ടത്. ഒരു 4 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ അടിവാരത്തെത്താം. എന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ. വേറെ വിശന്ന് കരിയുന്നു. അടിവാരത്ത് നിന്ന് 2 നൂൽപുട്ടും കടലക്കറിയും കഴിച്ച് ചുരം കയറുകയാണ്. ചുരം കയറി വരുമ്പോൾ രണ്ടാമത്തെ ഹെയർപിൻ ബെൻഡിൽ നമുക്ക് നല്ല കാഴ്ചകളുണ്ട്. അത് വരുന്നവരാരും മിസ് ചെയ്യരുത്. എനിക്കത് മിസ്സായിട്ടുണ്ട്. തിരിച്ചു പോകണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച ഒഴിവാക്കിയത് ഏറ്റവും നന്നായി. ശനിയാഴ്ചയായ ഇന്ന് തന്നെ നിരവധി വാഹനങ്ങൾ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞായറാഴ്ചകളിൽ ഇവിടെ വൻ തിരക്കാണ് അനുഭവപ്പെടാറുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. ആ പറഞ്ഞത് ഞാൻ തിരിച്ചെടുക്കുകയാണ്. തിരക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട്. ആഹാ, എന്ത് ഭംഗി! കോട പൊഴിഞ്ഞു നിൽക്കുകയാണ്. അവിടെ എന്തോ ഒരു പള്ളിയോ എന്തോ നമുക്ക് കാണാം. കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം. വയനാടിൻ്റെ കാഴ്ചകൾ ആരംഭിക്കുന്നതേയുള്ളൂ. അങ്ങ് ദൂരെ നമുക്കൊരു പള്ളി കാണാം. ഏറ്റവും മനോഹരമായൊരു കാഴ്ച. എന്ത് ഭംഗിയിലാണത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അങ്ങനെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. കുറച്ചു നേരം റിലാക്സ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മുകളിലേക്കുള്ള യാത്ര തുടരാമെന്ന് വിചാരിക്കുന്നു. കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. കോട വന്ന് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ താഴെയുള്ള റോഡുകൾ കാണാമായിരുന്നു. കോട വന്ന് നിറഞ്ഞ് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓ, കോട കയറി വരുന്നത് നോക്ക്, എന്ത് ഭംഗിയാണ്! കോട നമുക്ക് കാഴ്ചകളൊക്കെ മറച്ചിരിക്കുകയാണ്. കോട ഒരുവിധം ഒഴിവായപ്പോൾ നമുക്ക് താഴെയുള്ള റോഡ് ദൃശ്യമായിരിക്കുകയാണ്. വെൽക്കം ടു വയനാട്. ഇവിടെ നിന്നാണ് വയനാട് ആരംഭിക്കുന്നത്. ഇതാണ് കരിന്തണ്ടൻ മൂപ്പൻ. 1750 മുതൽ 1799 വരെ ജീവിച്ചിരുന്നു ഒരു ആദിവാസി മൂപ്പനാണ്. ബ്രിട്ടീഷുകാർക്ക് താമരശ്ശേരി ചുരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് ഇദ്ദേഹമാണ്. ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ ചതിച്ചു കൊല്ലുകയും അതിനുശേഷം അദ്ദേഹം പ്രേതമായി ഇവിടെ വന്ന് പല ആളുകളെയും ജീവഹാനി വരുത്തുകയും എന്ന് വിശ്വസിച്ച്
അതിനുശേഷം അദ്ദേഹത്തെ ഈ ചങ്ങലയിൽ ഈ മരത്തിൽ തളച്ചു എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ വന്ന് ക്യൂ നിന്ന് ജീപ്പിൽ ഷെയർ ആയിട്ടാണ് മുകളിലേക്ക് പോവുക. ടിക്കറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടുതരാം. ഞാൻ പ്രമാദോട് പറഞ്ഞതാ. ഒരു ഗോത്ര പൈതൃക ഗ്രാമം, വയനാട്. വളരെ വിശാലമായ ഒരു സ്ഥലത്ത് പരന്ന് കിടക്കുന്നതാണ് ഊര്. ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരുപാട് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഇതിലെയാണ് എൻട്രി. സൗന്ദര്യം നിറഞ്ഞ് വഴിഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. ഇവിടെ കാണുന്നിടമെല്ലാം ഫോട്ടോ സ്പോട്ടുകളാണ്. തനിച്ച് വന്നാൽ ഫോട്ടോ എടുത്തു തരാൻ പോലും ആളില്ലാതെ എന്നെപ്പോലെ വിഷമിക്കും. ഓ, എന്തൊരു ഭംഗിയാണ്. കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ നിരവധി ടൂറിസ്റ്റുകളെ ഇവിടെ കാണുന്നുണ്ട്. താരതമ്യേന മലയാളികൾ കുറവാണ്. ഒരു കട്ടനൊക്കെയായി ഇവിടെ ഇങ്ങനെ ഇരുന്ന് വിദൂരയിലേക്ക് നോക്കിയിരിക്കാൻ എന്ത് മനോഹരമായിരിക്കും. പറഞ്ഞതുപോലെ കാണുന്നിടത്തെല്ലാം ഫോട്ടോ സ്പോട്ടുകളാണ്. നിരവധി ആളുകൾ ഫോട്ടോ എടുക്കുന്നത് നമുക്കിവിടെ കാണാം. ആർട്ട് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ്, ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്റർ, എക്സിബിഷൻ ഹാൾ, വെയർഹൗസ്, ട്രൈബൽ മാർക്കറ്റ്, ഓപ്പൺ എയർ തിയേറ്റർ, ട്രൈബൽ എംപോറിയം, ട്രൈബൽ ക്രൈറ്റീരിയ, കഫ്റ്റേരിയ, ചിൽഡ്രൻസ് പാർക്ക്, കംഫർട്ട് സ്റ്റേഷൻ, നിരവധി സംഭവങ്ങൾ ഇവിടെയുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ ചെറുതായിട്ട് കോട കയറുന്നത് കാണാം. ഓ, അങ്ങ് ദൂരെയൊക്കെ കോട കയറി കഴിഞ്ഞു. വാവ്
വാട്ട് എ ബ്യൂട്ടി. വയനാടിൻ്റെ സ്പെഷ്യൽ മുളയരി പായസം. വയനാട്ടിലേക്ക് നമ്മൾ ഏത് വഴിക്ക് കയറി വന്നാലും നമുക്ക് ഈ മുളയരി പായസങ്ങൾ വിൽക്കുന്ന ചെറിയ ചെറിയ ഷോപ്പുകളും അതുപോലെ വണ്ടികളും പല വഴിക്കും കാണാം. നല്ല രസമുണ്ട്. ഞാൻ 2-3 പ്രാവശ്യമേ കുടിച്ചിട്ടുള്ളൂ. നല്ല മസ്റ്റ് ട്രൈ ഐറ്റമാണ്. വാവ്, സോ ബ്യൂട്ടിഫുൾ. ഒരു ആദിവാസി ഊരിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ കാണുന്നത്. ഇവിടെ എന്തോ ഒരു ആർട്ട് വർക്ക് ഉണ്ടായിരുന്നു. കാലം കുറേയായി നശിച്ചു പോയതായിരിക്കാം. ഈ ഭംഗി കണ്ടാലും കണ്ടാലും മതി വരുന്നില്ല. എന്തൊരു ഭംഗിയാണ്. ട്രൈബൽ മാർക്കറ്റ് ഒന്ന് കയറി നോക്കാം. അത് നിരവധി സൊവനിയേഴ്സ് വിൽക്കുന്ന ഒരു ഷോപ്പാണ്. മരുന്ന് കടയാണ്. സ്പൈസസ്, വയനാടൻ സ്പൈസസ്. സ്പൈസസ് ആണ് ചേച്ചി. ഇതെന്തേ തൂക്കിയിരിക്കുന്നത്? ആഹാ, റാഗി ഇങ്ങനെയല്ല ഉണ്ടാവുക? അതിലാണ്. ബ്രൗൺ ആയിട്ട്. ഇത് ഫൈനൽ സ്റ്റേജ് ആണോ? ഇത് ഫൈനൽ സ്റ്റേജ് ആണോ? ആഹാ ആഹാ. ഇവിടെ ഒരു ഷോപ്പ് അടച്ചിട്ടേക്കുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയോ കരകൗശല വസ്തുക്കളുണ്ട്. അടുത്ത സ്പൈസസ്, ചായപ്പൊടി. ഓ, ഇവിടെ ഭയങ്കര ഗാനമേളയാണ്. കലാപമണീൻ്റെ പാട്ടുകളാണെന്ന് തോന്നുന്നല്ലോ. ബാഗ്, തൊപ്പി, ടോയ്സ്, പല പല ഐറ്റംസ് ഇവിടെ ഉണ്ട്. ജാക്കറ്റുകൾ. വയനാടൻ സ്പെഷ്യൽ ഐറ്റംസാണ് ഇത്. നമ്മുടെ ചിപ്സ്, ബനാന ചിപ്സ്, തേൻ നെല്ലിക്ക, ഹണി. ഇവിടെ നിരവധി സോവനിയേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്സ് അല്ല, ജസ്റ്റ് സെയിൽ മാത്രമേ ഉള്ളൂ. ട്രൈബൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും സാധനങ്ങളൊന്നും ഇവിടെ കാണാനില്ല. അയ്യോ, ഇവിടത്തേക്കുള്ള വഴി എങ്ങനെയാണ്? അതാണോ ഒരു സംശയം. അതെ, ഇത് തന്നെ. ഇവിടെ നിരവധി ഷോപ്പ്. പാഷൻ ഫ്രൂട്ട് പഠിക്കരുത്. ഇല്ല, ബുക്സും മറ്റു കാര്യങ്ങളുമാണ് ഇവിടെ ഉള്ളത്.
വേദന തൈലം, മുടി എണ്ണ, താരൻ. അവിടെ മരുന്നുകളൊക്കെ കാണുന്നുണ്ട്. ഒരു പോപ്കോൺ സെൻറ്റർ. ഇവിടെ ട്രൈബൽസിൻ്റെ കുറച്ച് ഫോട്ടോസ്. ഇപ്പം എന്തിനാ വളർത്തുന്നതായിരിക്കുമോ? അമ്പോ, എന്താ അതിൻ്റെ ഒരു വലിപ്പം! ഒരു ബ്രാൻഡാണല്ലേ വിശ്വാസ്? ഇവിടെ തന്നെ ഉള്ളതാ? അതെ അല്ലേ. അവരുടെ സ്റ്റാളാണോ ഇത്? ഇവരുടെ സ്റ്റാളാണോ? ഓക്കെ ഓക്കെ. ആ ഹാ. ഊരിലേക്ക് ഇറങ്ങാം. അവിടെ എന്തൊക്കെയോ സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഭംഗിയുണ്ടല്ലോ, കണ്ടാലും കണ്ടാലും മതി വരില്ല. ഇവിടെ എന്തൊക്കെയോ കൃഷികളൊക്കെ കാണാനുണ്ടല്ലോ, പയറുവർഗ്ഗങ്ങൾ. അപ്പുറം പാവയ്ക്കാണോ? പാവക്ക. അതെ, ഇവിടെ ട്രൈബൽസിൻ്റെ സംഗീതോപകരണങ്ങൾ വെച്ച് ഇത് വൈക്കോല് കൊണ്ടുള്ള മേൽക്കൂര. ഇതൊക്കെ മുളച്ച് വരുന്നതാണ്. അപ്പുറത്തെ വഴിയാണോ ഇറങ്ങിയിട്ട് ഇതിലൂടെ കയറുന്നതാണോ എന്നൊരു സംശയമുണ്ട്. ഇല്ല, വഴികൾ അങ്ങും ഇങ്ങുമുണ്ട്, എല്ലായിടെയും കണക്റ്റാണ്. എങ്ങനെ വേണമെങ്കിലും നടക്കാം. ഒരു വീട്ടിൽ കയറി നോക്കാം. ഇത് ഏട്ടാ, ഇത് മീൻ പിടിക്കുന്ന ഇതല്ലേ, വലയല്ലേ? ഓക്കെ, അതിനെന്താ പറയാ? മീൻകൂട്. ഇതെന്താ?
ആ ഹാ ഹാ അതെന്താ പറയുക? അതിന് അമ്പക്കുറ്റി. അമ്പക്കുറ്റി. ആ ഹാ ചേട്ടൻ ഇവിടെ തന്നെ ഉള്ളതാ? ഓക്കെ. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കയറാൻ പറ്റുമോ? ആ ഹാ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ആ ഹാ ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ അല്ലേ? അതിനകത്ത് തീ തന്നെയാണോ ലൈറ്റാണോ? ലൈറ്റാണല്ലേ? ഓക്കെ ഓക്കെ. തൊട്ടിൽ ഇത് മണ്ണ് തേച്ച സിമൻ്റ് വീടുകളാണ്, സിമൻ്റ് ബിൽഡിങ്ങുകളാണ്. മണ്ണ് തേക്കുമാണ് ചെയ്തിട്ടുള്ളത് പെയിൻറ്റിന് പകരം. ഇതെന്താ സൂര്യകാന്തിയാണോ? അല്ല, ഇതൊക്കെ ഷീറ്റ് ഇട്ടിട്ടാണ് കാണുന്നത്. അടിയിൽ മുള കൊണ്ടുള്ള പായ്. ഇത് അടിയിൽ മുള കൊണ്ടുള്ള പായിട്ട് അതിൻ്റെ മേലെ ഷീറ്റിട്ട് അതിൻ്റെ മേലെയാണ് ഈ വൈക്കോല് മേഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒരു റൂം മാത്രം. ചോളമല്ലേ ഇത്? അതെ, ചോളമാണ്. പണ്ട് കാലത്തുള്ള ഒരു കൃഷി രീതി ആയിരിക്കാം വീടിനോട് ചേർന്ന് ചോളം. അപ്പോൾ എന്നൂരിനോടും വിട പറയുകയാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് വന്ന് ആദിവാസികളുടെ ഒരു ഊരും കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണാം. കാര്യമായുടെ ഒരു വലിയൊരു ഇതില്ല, നമുക്ക് ആ സ്ട്രക്ചേഴ്സ് മാത്രം ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കാം, അത്രമാത്രം. അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇവിടെ കണ്ടോ, ഈ ചേട്ടൻ ഈറ് മാറുമ്പോ എന്റെ മോന്റെ കാളെ കൊള്ളു. ഇവിടുന്ന് നേരെ വന്നിട്ടുള്ളത് കാന്തമ്പാറ വാട്ടർഫോളിലേക്കാണ്. മേപ്പാടിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററാണ് ദൂരം. നല്ല വെള്ളമുണ്ട്. ആ ആ അതല്ല, ഓക്കെ ഓക്കെ.
വാട്ടർഫോളിൽ ഇറങ്ങാൻ പറ്റില്ല. കുളിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കുളിക്കാം. ഏതായാലും വാട്ടർഫോൾ കണ്ടിട്ട് വരാം. ഇവിടെ ആണെന്ന് തോന്നുന്നു അതിൻ്റെ താഴേക്കുള്ള പതനം. കണ്ടിട്ട് അതുപോലെയാണ് തോന്നുന്നത്. മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതുപോലെ തന്നെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ദൂരെ നിന്ന് നമുക്ക് നോക്കി കാണാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതൊരു വലിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ്. അതെ, എൻ്റെ ഊഹം ശരിയായിരുന്നു. ഇവിടെ നിന്നാണ് താഴേക്കുള്ള പതനം. നല്ലൊരു വാട്ടർഫോൾ തന്നെയാണ്. ഇവിടെ വരെ നമുക്ക് വന്ന് നിൽക്കാം. താഴേക്ക് ഇറങ്ങാൻ അനുവാദമില്ല. അങ്ങനെ കാന്തമ്പാറ വാട്ടർഫോളും കണ്ട് സുൽത്താൻ ബത്തേരിക്ക് മാപ്പിട്ടപ്പോഴാണ് ഒരു കട്ട് റോഡ് ഇങ്ങോട്ട് കയറുന്നത് കണ്ടത്. മഞ്ഞപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ റോഡ് എത്തും എന്ന് ചോദിച്ചപ്പോൾ അറിയാനും സാധിച്ചു. പിന്നെ റോഡ് അല്പം മോശമാണെങ്കിലും ഈ ഗ്രീനറിയൊക്കെ കണ്ട് ഇതിലൂടെ ഒരു മനസ്സ് നിറഞ്ഞ ഒരു യാത്ര ഇതിലൂടെ ആഘോഷിക്കാം. അമ്പുകുത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇതിൻ്റെ മുകളിലേക്ക് അറിയാം ദൂരെ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് ഇവിടെ ഒരു കുട്ടി എന്നോട് പറഞ്ഞു. അപ്പോൾ യാത്രകളെ മനോഹരമാക്കുന്ന അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഇതൊക്കെ കാണാൻ വീട്ടിലിരുന്നാൽ പറ്റുകയില്ല. പുറത്തേക്ക് ഇറങ്ങുക തന്നെ വേണം. ഗോവിന്ദമൂലച്ചിറ എന്താണാവോ, പോയി നോക്കട്ടെ. അതിമനോഹരമായൊരു താഴ്വാരം. ഇതിലേക്ക് ട്രക്കിംഗ് ഉണ്ടാവുമോ? ഇവിടെ ഒരു ചെറിയൊരു അമ്പലം, ചെറിയൊരു കാവ് പോലെ. ഗുളികൻ മുത്തപ്പൻ. മുകളിലേക്ക് കയറണമാവോ? പക്ഷെ എന്താ ഒരു ഭംഗി. ബത്തേരിയിലേക്ക് മാപ്പിട്ടിട്ട് വരുന്ന വരത്തിൽ കണ്ടതാണ്. ഓ, അടിപൊളി. എന്തായാലും വന്നത് വെറുതെ ഇല്ല.
കുറേ പേര് ഇവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. വല്ലതും കിട്ടുന്നുണ്ടോ ആവോ? എന്താ ആമ്പലാണോ? ആമ്പലോ താമരയോ? വെള്ളപ്പൂവൊക്കെ കാണുന്നുണ്ട്. ആമ്പലായിരിക്കാം. What a beautiful place. മലവയൽ ശ്രീ മുടിയൻപുലി കുട്ടിച്ചാത്തൻ ക്ഷേത്രം. കാവുകളിൽ കാണുന്ന ചെമ്പകമരം 1 2 3 4 5 പ്രതിഷ്ഠകളാണ് ഉള്ളതെന്ന് തോന്നുന്നു. മധ്യത്തിലൊരു നന്ദി വിഗ്രഹവും കാണുന്നുണ്ട്. എന്താ ഒരു ഭംഗി! ഒരു പ്രാചീന ജൈന ടെമ്പിളിലേക്കാണ് വന്നിട്ടുള്ളത്. ബത്തേരിയിൽ തന്നെയാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു ഗാർഡനിലേക്ക് ഇറങ്ങുന്നത് പോലെയാണ് ഇതിലേക്ക് ഇറങ്ങാനുള്ള വഴികൾ. കരിങ്കല്ലിലാണിത് തീർത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. മുഴുവനും കരിങ്കല്ലിലാണ് തീർത്തിട്ടുള്ളത്. ഇത് ബത്തേരി KSRTC സ്റ്റാൻഡാണിത്. ഇവിടെ KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം പ്ലാനിൽ നമുക്കിവിടെ ഡോർമെട്രികൾ അവൈലബിൾ ആണ്. ഈ കാണുന്ന ബസ്സിനകത്താണ് ഡോർമെട്രി ബെഡുകളുള്ളത്. വൈകുന്നേരം 5 മണി മുതൽ രാവിലെ 9 മണി വരെയാണ് നമുക്ക് ബെഡുകൾ ബുക്ക് ചെയ്യാവുന്നത്. ഒരാൾക്ക് 160 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് കുളിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങണം. KSRTCയുടെ ജംഗിൾ സഫാരി ഇവിടെ ഉണ്ട്. ഇത് രാത്രി 7 മണിക്ക് ഇവിടെ നിന്നും വിട്ട് ഒരു 9-10 മണിക്ക് അങ്ങനെ തിരിച്ചു വരും. 3 മണിക്കൂറാണ് അതിൻ്റെ കാട്ടിലൂടെയുള്ള യാത്ര. 300 രൂപയാണ് ചാർജ് വരുന്നത്. ഇപ്പോൾ കാണിച്ച നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാവുന്നതാണ്. മുൻകൂട്ടി ബുക്കിംഗ് ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ കിടക്കാൻ പോകുന്നു. ഗുഡ് നൈറ്റ്.